ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി കേജ്രിവാൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, കേജ്രിവാൾ ആള് ശരിയല്ല, ഇവൻ നല്ല കള്ളനാണ്, കള്ളനെ കഞ്ഞി വെച്ചവനാണ്. ഇതൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ, മലയാള പത്രങ്ങളിൽ വാർത്ത വന്നിട്ടോ, ഏതെങ്കിലും പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു ഭാവനയായിരുന്നില്ല ഞാൻ കേജ്രിവാളിനെ പറ്റി പറഞ്ഞത്. മദ്യ അഴിമതി കേസിൽ ഞാൻ പറഞ്ഞു, ഇയാൾ കുറ്റക്കാരനാണ്. ഇയാളുടെ കോ അക്യൂസ്ഡ് ആയിട്ടുള്ള 1-2 പേരെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഇവർ തിഹാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കോ അക്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ പാർക്കിൽ താമസമാക്കിയ ബിസിനസ്സുകാരനുണ്ട്. അയാൾ ആന്ധ്രായിട്ടാണ്. അയാൾക്ക് ദ്വാരകയിലും സെക്ടർ 12 അയാൾക്ക് 2-3 ഫ്ലാറ്റുണ്ട്. അയാൾ ബേസിക്കലി ബ്രൂവറീസിൻ്റെ ഒക്കെ വലിയ കച്ചവടക്കാരനാണ്. എൻ്റെ ഒരു നല്ല സുഹൃത്ത് തന്നെയാണ്. ഞാൻ ഇയാളെ കാണാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെല്ലാവരെ കൊണ്ട് ചാടിച്ചത് അരവിന്ദ് കേജ്രിവാളാണ്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ചെയ്തു തരാം, പണം ഇത്ര വേണം, പണം ഇന്നത് വേണം. അപ്പം ഈ പറയുന്ന ആൾക്ക്, ഇയാളുടെ പേര് ഞാൻ പറഞ്ഞ ഫേമസ്, കാരണം അത് പറയേണ്ട ആവശ്യമില്ല, കാരണം എന്നോടൊരു കൺഫസ് ചെയ്ത് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും ഇയാളുമായിട്ട് ഇന്ത്യ ഹാബിറ്റാറ്റ് സെൻറ്ററിൽ ഏകദേശം 2-2.5 മണിക്കൂർ എന്നോട് കൃത്യമായിട്ട് ഓരോന്ന് പറഞ്ഞു. അയാൾ ഡയറക്റ്റ് ഇൻവോൾവ് ആണ് കേജ്രിവാൾ. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത്, അയാൾക്ക് സമൻസും അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിട്ട സമയത്ത് കേരളത്തിലെ പത്രങ്ങൾ കാണിച്ച ഡ്രാമ നിങ്ങൾ കണ്ടോ? ഇത് അന്വേഷിച്ച ഓരോ കേസിനും ഓരോ IO വെച്ചോട്ടെ, ഓരോ ഇൻഡിവിജ്വൽസിന്. ഈ IO തന്നെ ആയിരുന്നു എൻ്റെ തെഹൽക്ക കേസിലെ ലേറ്റർ സ്റ്റേജിലെ IO. ഈ കേസിൻ്റെ ഇപ്പോഴത്തെ CBIയുടെ പ്രോസിക്യൂട്ടർ ഒരിക്കൽ തെഹൽക്ക കേസിൽ സാക്കേത് കോർട്ടിൽ എൻ്റെ പ്രോസിക്യൂട്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊക്കെ കണക്ഷനുണ്ട്. ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചു, പുള്ളി ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഇയാൾ ഡയറക്റ്റ് ഇൻവോൾവ്. പക്ഷെ ഇയാളെന്ന് പറഞ്ഞ് കേജ്രിവാൾ ആം ആദ്മി, അതായത് സാധാരണക്കാരൻ്റെ എല്ലാ നമ്പരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയിട്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇയാൾ ഗുജറാത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നു. എന്നിട്ട് ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ഒരു വീട്ടിലോട്ട് പോകുന്ന രംഗം നിങ്ങൾ കാണും. ഓർമ്മയുണ്ടായത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റേറ്റ് പോലീസ് പെട്ടെന്ന് ഓട്ടോ തടഞ്ഞു. കാരണം മുഖ്യമന്ത്രിയാണ് ഒരു സ്റ്റേറ്റിൻ്റെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിനാണ്, കാരണം ആ ഗുജറാത്ത് സ്റ്റേറ്റിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അവർ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ പോലീസുകാരനെ നിർത്തി അങ്ങ് പൊരിപ്പിക്കുവാണ്. ഞാൻ ജനങ്ങളുടെ കൂടാണ്, ഞാൻ ജനങ്ങളുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നയാളാണ്. അയാളാണ് ഇന്നലെ വിപാസന എന്ന് പറഞ്ഞ അവിടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ 22 എസ്കോട്ട് വാഹനങ്ങളുമായിട്ട് പോയത്. വേറെ കാര്യം പറയാം, ഇയാൾ ഡൽഹി കാണിച്ച പരിപാടികൾ ഏറെ നേരത്തെ, അതായത് ഇയാൾ ഒരു വാഗണാർ കാറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവിടുത്തെ പോലീസും അവിടുത്തെ സീനിയറായിട്ടുള്ള ഓഫീഷ്യൽസും ഈ കേജ്രിവാളിനോട് പറഞ്ഞു, നിങ്ങൾ ആ കാർ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക, ആ കാർ ഉപയോഗിക്കരുത്, കാരണം അത് ബുള്ളറ്റ് പ്രൂഫ് കാറല്ല, സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയുടെ ആ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. കാരണം ഇവരുടെ ഇത് സംസാരിക്കുമ്പം ഈ കേജ്രിവാളിൻ്റെ പാർട്ടിക്കാരോട് മൊബൈലിൽ ഇതെല്ലാം പിടിക്കാൻ പറയും, എന്നിട്ട് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറയും. അപ്പോഴും പോലീസുകാർ പറയുവാണ്, ഇയാളെ കാലയെ പിടിച്ചാൽ പറയുന്നത്, നിങ്ങൾ സെക്യൂരിറ്റി അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് സെക്യൂരിറ്റി വേണ്ട, ഞാൻ ജനങ്ങളുടെ കൂടെ പോകും, എനിക്ക് സെക്യൂരിറ്റിയെ മുഴുവനും മാറ്റി നിർത്തുക. അപ്പോൾ ഒരിക്കൽ പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരുത്തൻ തന്നെ ഇയാളെ 2 പൂശി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, ആം ആദ്മി പാർട്ടിയുടെ ആൾ തന്നെ ഇയാളുടെ മുഖത്ത് മഷി ഒഴിക്കുക, അട്ടിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇയാൾ പെട്ടെന്ന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെക്യൂരിറ്റിയെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെല്ലണം. ഞാൻ വള്ളിച്ചെരുപ്പിട്ട് ഇന്ത്യൻ
രാഷ്ട്രപതി ഭവനിൽ പോകത്തുള്ളൂ, ഞാൻ സാധാരണക്കാരനാണ്. ഇതൊക്കെ പച്ചക്കള്ളവാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതും, അല്ലെങ്കിൽ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നിങ്ങളൊക്കെ വന്ന് വലിയൊരു ശതമാനം എന്നെ തെറി വിളിക്കുമായിരുന്നു. മലയാളം മീഡിയ എന്തോ പറഞ്ഞ് ഇയാൾ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ എത്ര മോശമായിട്ടാണ് ഇയാൾ ഈ പോലീസിനെ ആണെങ്കിലും CBI ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴി പറഞ്ഞത്. അവസാനം എന്താ ഇപ്പോൾ പിക്ചർ കാണുന്നത്? ഇയാളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കിനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന പല മലയാളം മീഡിയയിലുള്ള ആൾക്കാരും ഈ കേജ്രിവാളിനെ പറ്റി അവിടെ ഇവിടെയും പറഞ്ഞ, അല്ലെങ്കിൽ അവിടെയുള്ള ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് കേജ്രിവാളിനും എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ കേജ്രിവാളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരുണ്ട്, അധികം പേര് ജേർണലിസ്റ്റാണ് ഇവരൊക്കെ. മനീഷ് സിസോദിയ ആണെങ്കിലും ആശിഷ് കേതനാണെങ്കിലും ഇവരൊക്കെ ജേർണലിസ്റ്റാണ്. ഈ പ്രശാന്ത് ഭൂഷൺ, അയാളെ എനിക്ക് കേജ്രിവാളിനേക്കാൾ മുമ്പ് അറിയാം. എനിക്ക് പ്രശാന്ത് ഭൂഷൺ 2000 മുതൽ അറിയാം, പേഴ്സണൽ പരിചയമാണ്, അയാളുടെ പിതാവുമായിട്ട് ബന്ധമുണ്ട്. ഇതിന് ശേഷമൊക്കെ അല്ലേ ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടാവുന്നേ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻസിഡൻറ്റ് വെച്ച് ഇവർ പറഞ്ഞു തരും, മാത്യു കേക്ക് എന്താണ് സംഭവിച്ചത്. കാരണം ഞാൻ അവിടെ റെപ്യൂട്ടഡ് ജേർണലിസ്റ്റാണ്. അപ്പം എൻ്റെയൊക്കെ ഈ സംഭവം ഇത് മാറ്റി ഇയാളുമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിച്ച ഓരോരുത്തരും ഓരോ ഇൻസിഡൻറ്റ് വെച്ച് പറഞ്ഞു തരും. ഇതൊക്കെ കൊണ്ട് ഞാനിത് പറയുമ്പോൾ ഒരു മഹാനായ യൂട്യൂബറെ കഴിഞ്ഞ മാറ്റി പറഞ്ഞു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ബേസിക്കലി കേരളത്തിലെ മീഡിയ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ബേസിക്കലി ഒരാളെ നിങ്ങളിപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ നേതാവായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഗ്രേറ്റ്. അപ്പം ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാളെ കുറച്ച് പഠിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഞാൻ പറഞ്ഞു, ഇവൻ ഭൂലോക കള്ളന, ഇവൻ ഉടായിപ്പാണ്. ഇയാളുടെ കൂട്ടത്തിൽ IRS സർവീസ് ചെയ്ത ഒഫീഷ്യൽസ് എന്നോട് പറഞ്ഞു, ഇവനെ ഒരിക്കലും നമ്പാൻ കൊള്ളത്തില്ല. ഇയാളുടെ കൂടെ, കേജ്രിവാളിൻ്റെ കൂടെ കാൺപൂർ IIT പഠിച്ച് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, വെറും പരമനാറിയാന്നിവൻ. കൊള്ളെന്ന് പറയാൻ. കാരണം മുഴുവനും ആൾക്കാരെ പുകമറ സൃഷ്ടിക്കുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഇയാൾ ഒരാലോചിച്ച് നോക്ക്, ഡൽഹിക്കകത്ത് 19 കോടി രൂപ മുതൽ മുടക്കി ശീഷ് മഹൽ. ഇയാൾ എന്തൊക്കെയാ ഷീലാ ദീക്ഷിത്തിനെ പറഞ്ഞെന്നറിയാം. ഡൽഹിയെ മാറ്റിയെടുത്ത ഷീലാ ദീക്ഷിത്താണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഷീലാ ദീക്ഷിത്ത് വരുന്നതിന് മുമ്പുള്ള ഡൽഹി അറിയാം, മെട്രോ വരുന്നതിന് മുമ്പുള്ള ഡൽഹി അറിയാം. 30 വർഷമായി ഞാൻ ഡൽഹിയിലായിട്ട്. അതും ഈ പറയുന്ന ഗ്രൗണ്ട് സീറോ, ഇത് ചെറിയ ട്രെയിനി റിപ്പോർട്ടറായിട്ട് ആ സമയത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ബസ്സിൽ പോലും പോകാനുള്ള പൈസയൊക്കെ അന്ന് ശമ്പളം വളരെ കുറവാകാൻ ട്രെയിനിയല്ലേ, അതൊക്കെ നടന്നായി പോകുന്നത്. അപ്പം എനിക്ക് ഡൽഹിയുടെ ഓരോ നുക്ക് ആൻഡ് കോർണർ അറിയാം. അപ്പോൾ ആ ഡൽഹി മാറിയതും ഷീലാ ദീക്ഷിത് വന്ന ശേഷം. അപ്പോൾ ആ മാറ്റം ഉണ്ടായി. മറ്റേ നിർഭയ കേസുണ്ടായി. പിന്നെ UPA ഗവൺമെൻറ്റിൻ്റെ അകത്തെ കറപ്ഷൻ, കോമൺവെൽത്ത് കറപ്ഷൻ, അത് മുതലെടുത്ത് ഇന്ത്യയിൽ മുഴുവൻ ഇഷ്യൂ ആയി. കാരണം നിർഭയ വലിയ ഇഷ്യൂ ആയിരുന്നു ഡൽഹി മുഴുവനും. അങ്ങനെ ഈ പറയുന്ന ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ്, ഞാൻ അന്നും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയുന്നത്, ഞാൻ 1 ലക്ഷം രൂപ ചെക്കായിട്ട് കൊടുത്തതാണ് ഈ മൂവ്മെൻറ്റിന് വേണ്ടി, പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആകട്ടെ. കാരണം ഇന്ത്യയിലൊരു മാറ്റം വേണം. എല്ലായിടത്തും ഹൈലി കറപ്റ്റഡായി. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഈ കേജ്രിവാളും അയാളുടെ കുറച്ച് ശിങ്കടികളുണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ. ഹൈലി കറപ്റ്റഡാണ് ഇവരുടെ ഓരോ നേതാക്കൾ. ഇപ്പം ഓരോന്നിലും, ഓരോ ഗവൺമെൻറ് പ്രോജക്റ്റിനും ഇത്ര കമ്മീഷൻ വെച്ച് മേടിച്ച് എത്രയോ പ്രോജക്ട്സ് എനിക്കറിയാം. അതിനെപ്പറ്റി ഇപ്പോൾ CAG പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് മാറ്റം കൊണ്ടുവന്ന് കേജ്രിവാളൊന്നുമല്ല, മറ്റേ അതിനുശേഷം ഉണ്ടായ മുഖ്യമന്ത്രി ആ സ്ത്രീയാണ്. അവർ വിദേശത്ത് പഠിച്ചാൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ കേജ്രിവാളിൻ്റെ മുഴുവൻ ക്രെഡിറ്റൊക്കെ എടുത്തു. ഡൽഹിയുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ട്, അതായത് കുടിവെള്ളം ഇഷ്യൂ. സമ്മറിൽ അതിനെ ഇയാൾ തൊടാൻ പറ്റിയിട്ടില്ല. പൊല്യൂഷൻ. നിങ്ങൾ സാധാരണക്കാർ ഡൽഹിയിൽ ഈ പറയുന്ന തണുപ്പൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്ന് പോയി നോക്കി, നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. ആ ഡൽഹി എന്ന് പറഞ്ഞ സിറ്റിയെ നശിപ്പിച്ചു.
നാട്ടുകാരുടെ മുഴുവനും കണ്ണിൽ പൊടി കിട്ടും. ആൾക്കാർക്ക് ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് മേടിച്ച് വലിയ സംഭവമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായോ. ഈ ഈ കുഴപ്പം വലിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അരാജകത്വവാദി. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ തെറി വിളിച്ചവർ, നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് ഇയാൾ വലിയ സംഭവമായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നത്? ബേസിക്കലി നിങ്ങൾക്ക് തരുന്ന മലയാള ഇൻപുട്ട് ജേർണലിസം, അതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്. അതനുസരിച്ചാണ് നിങ്ങൾ ഇയാൾക്കങ്ങ് ക്ലീൻ ചിട്ടങ്ങ് കൊടുത്തു. മഹാനായ പൊളിറ്റീഷ്യൻ. എന്ത് ഇത് കാണിച്ചാൽ 4-5 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു അവിടെ അതിൻ്റെ കുറച്ച് PR എക്സസൈസ് ചെയ്ത് ഇഷ്ടംപോലെ പണം മീഡിയക്കൊക്കെ കൊടുത്ത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അത് ഡൽഹിക്കാർ ഇപ്പം മനസ്സിലാക്കി ദൂരെ കളഞ്ഞു. ഇപ്പം യഥാർത്ഥ സ്വഭാവം ചീഫ് മിനിസ്റ്റർ അല്ലാതിരുന്നപ്പോൾ ഒന്നുമല്ല, 22 വാഹനങ്ങളെ എനിക്ക് തോന്നുന്നില്ല 22 വാഹനങ്ങൾ ലോകത്ത് ഏതെങ്കിലും ഒരു റണ്ണിങ് ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരിക്കോ 22 വാഹനങ്ങളായിട്ട് എവിടെയും പോയി ഞാൻ കേട്ടിട്ടില്ല. കനത്ത സെക്യൂരിറ്റി കാണും, പക്ഷെ വാഹനങ്ങളുടെ എസ്കോർട്ട്. അപ്പോൾ ഇവനെല്ലാം പുറത്ത്, ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇവന് ആം ആദ്മിയല്ല, ഇന്ത്യൻ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരു നശകൂലമാണ്, നാശത്തിൻ്റെ വിത്താണിവൻ. ഏതായാലും ഡൽഹിക്കാർക്ക് വളരെ താങ്ക്സ്, അവരിത് മനസ്സിലാക്കി ഇവനെ പുറത്ത് കളഞ്ഞത്. പക്ഷെ എന്നിട്ടും മലയാളി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും നാളായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും കത്തി കേരളം നശിച്ചിട്ടും മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല ആരാണ് നല്ലത്, ആരാണ് കൊള്ളാവുന്നത്, എന്ത് മാറ്റമാണ് കേരളത്തിന് വേണ്ടത്. ഇന്ന് മലയാളിക്ക് മനസ്സിലാകാത്തതിൻ്റെ കാര്യം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേജ്രിവാളിന് വലിയ ഫാനുകൾ ഉണ്ടായതിൻ്റെ കാരണം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മഹാനായ യൂട്യൂബർ കേജ്രിവാളിനെ പറ്റി ഏറ്റവും പുകഴ്ത്തി പറഞ്ഞിപ്പം മാറ്റി പറഞ്ഞതിൻ്റെ കാരണം. ഇത് മലയാളിയുടെ പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് വരുന്ന ഫീഡാണ് ഇതിൻ്റെ ഇഷ്യൂ. അത് മാറാതെ മലയാളി ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.